നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശ തൊഴിലാളികൾക്ക് കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാനും താമസിപ്പിക്കാനും വേണ്ട കുറഞ്ഞ പ്രതിമാസ വരുമാനം ബഹ്റൈൻ വർദ്ധിപ്പിക്കുന്നു. 400 ദിനാറിൽ നിന്നും 1000 ദിനാറായാണ് തുക വർദ്ധിപ്പിച്ചത്. ഇത് സംബന്ധിച്ച അടിയന്തര നിർദ്ദേശം പാർലമെന്റ് ഏകകണ്ഠമായി അംഗീകരിച്ചു. പാർലമെന്റ് അംഗീകരിച്ച ഈ പ്രമേയം തുടർ നടപടികൾക്കായി മന്ത്രിസഭയ്ക്ക് കൈമാറി. വിദേശ തൊഴിലാളികൾക്കും സന്ദർശകർക്കും സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള ഫീസ് വർദ്ധിച്ചു. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് ബഹ്റൈൻ പാർലമെന്റ് അംഗീകാരം നൽകി. ഇനി മുതൽ സ്വകാര്യ ആശുപത്രികളിലെ നിരക്കുകൾക്ക് സമാനമായ ഫീസ് പൊതു ആശുപത്രികളിലും ഈടാക്കും. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കുക, പൗരന്മാർക്ക് മുൻഗണന നൽകുക, സർക്കാർ ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കുക, വിദേശികൾക്ക് നൽകുന്ന സേവനങ്ങളുടെ യഥാർത്ഥ ചെലവിനോട് അനുയോജ്യമായ നിരക്കുകൾ ഈടാക്കുക എന്നിവയാണ് പുതിയ നിർദ്ദേശത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നവർക്ക് വൻ പ്രതിഫലം പ്രഖ്യാപിച്ച് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ഹൌസിംഗ് മന്ത്രാലയം. മുനിസിപ്പൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പിഴത്തുകയുടെ 25% വരെ പ്രതിഫലമായാണ് ലഭിക്കുക. റിയാദ് മുനിസിപ്പാലിറ്റിയാണ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത്. ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് ഗ്രൂപ്പ് തുടർച്ചയായി 4ാം വർഷവും റെക്കോർഡ് ലാഭം കൈവരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 17%, അതായത് 12.2 ബില്യൺ ദിർഹമാണ് ലാഭവരുമാനം അർദ്ധവാർഷിക കണക്ക് പ്രകാരം കമ്പനി നേടിയത്. കൃത്യമായി പറഞ്ഞാൽ നികുതി ഒഴിവാക്കിയ ശേഷമുള്ള കമ്പനിയുടെ ലാഭം 10.6 ബില്യൺ ദിർഹമാണ്. കമ്പനിയുടെ ആകെ വരുമാനം 4% വർദ്ധിച്ച് ദിർഹം 75.4 ബില്യണായി വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.